റിഡിൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ മലയാളം റിഡിൽസിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏത് നോക്കണം ഞാൻ അവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ ഓഫ് ചെയ്തേക്കാം. ഇത് തന്നെ നോക്കാം, ഏതാണ് വ്യാജ പാൽക്കാരൻ. പാല് കുടിച്ച ഉടനെ പെട്ടെന്ന് അവന് വയറുവേദന തോന്നി. ഓഹോ, ഉറക്കെ നിലവിളിച്ചു. വയറുവേദന തോന്നി. നോക്കാം. പാല് കുടിച്ച ഉടനെ പെട്ടെന്ന് അവന് വയറുവേദന തോന്നി. അവൻ ഉറക്കെ നിലവിളിച്ചു. റോണക്കിന്റെ അച്ഛൻ ഉടനെ തന്നെ പാലിന്റെ ഡയറിയിലെത്തി. ഡയറി മെഹുലിന്റെ അമ്മാവന്റേതാണ്. ഈ ഡയറി വളരെ പ്രശസ്തമാണ്. എന്താ, നിങ്ങൾക്ക് ഈ ഡയറി നോക്കി പറയാമോ ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന്? 10 വർഷം പഴക്കം, 25 വർഷം പഴക്കം, 50 വർഷം പഴക്കം? ആലോചിക്കൂ. ഒരു 50 വർഷം പഴക്കം കാരണം അവിടെ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ 50 വർഷമൊക്കെ ആകുമല്ലോ. ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. 50. ഞാൻ ഉറപ്പിച്ചു 50. ഡയറിയിലുള്ള ഭിത്തിയിൽ നോക്കൂ. അതിലുള്ള ഒരു ഫോട്ടോ നെഹ്റുവിന്റേതാണ്. നെഹ്റുവിന്റെ അങ്കിളിനൊപ്പം അദ്ദേഹം ഡയറിക്ക് മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് 50 വർഷത്തിലധികം പഴക്കമുണ്ട്. റോണക്കിന്റെ അച്ഛൻ പരാതി പറഞ്ഞു, പാലിൽ എന്തോ മായമുണ്ട്. മെഹുലിന്റെ അങ്കിൾ പറഞ്ഞു, ഇവിടെയുള്ള പാൽ വളരെ കർശനമായി പരിശോധിക്കാറുണ്ട്. അദ്ദേഹം അകത്ത് കൊണ്ടുപോയി എല്ലാ മെഷീനും റീഡിംഗും കാണിച്ചു. എല്ലാം കൃത്യമായി ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മകൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചു കാണും, അതുകൊണ്ടാണ് അവന്റെ വയർ കേടായത്. പിന്നെ ഒരിക്കൽ ഒരു വൃദ്ധൻ തന്റെ വീട്ടിൽ ഉറക്കെ നിലവിളിച്ചു, രക്ഷിക്കൂ, എനിക്ക് വയർ വേദനിക്കുന്നു. നിങ്ങൾക്ക് ഈ സീൻ നോക്കി അതെന്താ വൃദ്ധനെന്ന് പറയാൻ കാരണം? ശബ്ദം അങ്ങനെയല്ലല്ലോ. പറയാമോ എന്ത് കഴിച്ചതുകൊണ്ടാണ് വൃദ്ധന്റെ വയർ കേടായതെന്ന്? അവിടെ പാലിന്റെ ഗ്ലാസ് പകുതിയുണ്ട്, പിന്നെ അവിടെ ഒരു ജ്യൂസ് ഉണ്ട്, ഒരു ആപ്പിൾ ഉണ്ട്, ഒരു പഴമുണ്ട്. അപ്പൊ പാല് കുടിച്ചിട്ടാണ്, കാരണം പാലിൽ പകുതി അങ്ങനെ കുടിച്ചു തീർത്തു. സത്യം അതല്ലേ, പാല് കുടിച്ചുകൊണ്ടാ. പാലിന്റെ ഗ്ലാസ് നോക്കൂ, അത് പകുതിയുള്ളൂ. അപ്പോൾ പാൽ കുടിച്ചതുകൊണ്ടാണ് വൃദ്ധന്റെ വയറ്റിൽ വേദന തോന്നിയത്. വൃദ്ധന്റെ വേദന വീണ്ടും കൂടി. 2 പേർ അദ്ദേഹത്തെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് മെഹുലിന്റെ അങ്കിളിന്റെ ഡയറിയെ കുറിച്ച് സംശയം തോന്നി. അവർ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് അദ്ദേഹത്തെ ജയിലിലാക്കി. ഇതേ സമയം ആ 2 പേർ വൃദ്ധനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കുറച്ച് മഴ പെയ്യുന്നുണ്ട്. അവർ മുന്നിലായി 2 വഴി കണ്ടു. ഒന്നാമത്തെ വഴിയിലൂടെ ഹോസ്പിറ്റലിലേക്ക് 9 കിലോമീറ്ററും രണ്ടാമത്തെ വഴിയിലൂടെ 10 കിലോമീറ്ററുമാണ്. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ, ഏത് വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടത്, എ ഓർ ബി? ബി. കാരണം 9 കിലോമീറ്ററുള്ള വഴിയിൽ കുണ്ടും കുഴിയുമാണ്, അപ്പൊ അതിൽ കൂടെ പോകാൻ പറ്റത്തില്ല. ഒന്നാമത്തെ വഴിയിൽ 1 കിലോമീറ്റർ കുറവാണ്. എന്നാൽ അവിടെ റോഡില്ല, മണ്ണ് കൊണ്ടുള്ള വഴിയാണ്. മഴയും പെയ്യുന്നുണ്ട്, അപ്പോൾ ചെളിയിൽ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. അവരാകട്ടെ ബൈക്കിലുമാണ്. അങ്ങനെ അവർ വീഴുന്ന വഴിയിലൂടെ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ വൃദ്ധൻ രക്ഷപ്പെട്ടു. വൃദ്ധൻ പറഞ്ഞു, ആ പാൽ കുടിച്ചതുകൊണ്ടാണ് എന്റെ വയർ കേടായത്. മെഹുലിന്റെ അങ്കിളിനെതിരെ ഇത് ഒരു വലിയ തെളിവാണ്. ഇനി പോലീസ് അദ്ദേഹത്തെ വെറുതെ വിടില്ല. അങ്കിളിനെ രക്ഷിക്കാനായി ഡിറ്റക്റ്റീവ് മെഹുൽ പോലീസ് സ്റ്റേഷനിലെത്തി. ആരോ എന്റെ അങ്കിളിനെ ചതിക്കാൻ നോക്കുകയാണ്. അദ്ദേഹത്തെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പിന്നെ മെഹുൽ അങ്കിളിന്റെ അടുത്ത് പോയി. അങ്കിൾ പറഞ്ഞു, മെഹുൽ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആളുകൾക്ക് നല്ല പാൽ കിട്ടാൻ വേണ്ടി ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മെഹുൽ അവിടുന്ന് നേരെ അങ്കിളിന്റെ ഡയറിയിലെത്തി. ഡയറി ലോക്ക്ഡാണ്. അകത്ത് പോകാൻ ഒരു കോഡ് വേണം. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാമോ അകത്ത് പോകാനുള്ള കോഡ് എന്താണെന്ന്? ഡോറിൽ താമരയും മയിലും കടുവയുമുണ്ട്. താഴെ 4 ബട്ടണുണ്ട്. ഇതിൽ ഏത് ബട്ടൺ പ്രസ് ചെയ്താലാണ് വാതിൽ തുറക്കാനാവുക? ആലോചിക്കൂ നിങ്ങളുടെ ഉത്തരങ്ങൾ. ഇതെന്താന്ന് വെച്ചാ, ഇത് താമര ദേശീയ പുഷ്പമാണ്.
മയില് ദേശീയ പക്ഷി, കടുവ ദേശീയ മൃഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കമന്റ് ചെയ്യൂ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് സംശയമുള്ളത് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് മാമ്പഴമാണെന്ന് തോന്നുന്നു. ദേശീയ പക്ഷിയാണ്, കടുവ ദേശീയ മൃഗമാണ്. ഈ 4 മാങ്ങയാണെന്ന് തോന്നുന്നത്. നമ്മുടെ കണ്ടോ? ദേശീയ ഫലം. അപ്പോൾ മാംഗോ പ്രസ് ചെയ്താൽ ഡോർ തുറക്കും. മെഹുൽ മാംഗോയുടെ ബട്ടൺ പ്രസ് ചെയ്തതും വാതിൽ തുറന്നു. ഓക്കേ. മെഹുൽ അകത്ത് കയറി. മെഹുൽ ഡയറിയിലെ എല്ലാ മെഷീനുകളും ഉപകരണങ്ങളും നന്നായി ചെക്ക് ചെയ്തു. എല്ലാം കറക്റ്റാണ്. ക്വാളിറ്റി ചെക്കിങ്ങും കറക്റ്റാണ്. എന്നാൽ മെഹുലിന് മനസ്സിലായില്ല പ്രശ്നം എവിടെയാണെന്ന്. ഉറപ്പായും മെഷീന് കണ്ടെത്താനകത്ത എന്തോ ഒന്ന് പാലിൽ മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ മെഹുൽ മാനേജറിനെ വിളിച്ചു. മാനേജർ പറഞ്ഞു, സർ, വൃത്തിയും ക്വാളിറ്റി ചെക്കിങ്ങും ഇവിടെ വളരെ കറക്റ്റാണ്. അങ്ങനെ നടക്കാൻ ഒരു വഴിയുമില്ല. ഈ പാലെല്ലാം എവിടുന്ന് വരുന്നു? ആരാണ് സപ്ലൈ ചെയ്യുന്നത്? മാനേജർ മെഹുലിനെ പാൽ വരുന്ന ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ മൊത്തം 5 സപ്ലയേഴ്സ്. ഇതിലെന്തെങ്കിലും ക്ലൂ ഉണ്ടാകും. മാനേജർ പറഞ്ഞു, എന്നും രാവിലെ ഈ സപ്ലയേഴ്സ് ഇവിടെ പാൽ എത്തിക്കാറുണ്ട്. പിറ്റേ ദിവസം എല്ലാ സപ്ലയേഴ്സും അവിടെ എത്തി. മെഹുൽ അവരുടെ സാമ്പിൾ ശേഖരിച്ചു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയ്ക്ക് അയച്ചു കൊടുത്തു. സഞ്ജന പറഞ്ഞു, എല്ലാ സാമ്പിളും നല്ലതാണ്. പെട്ടെന്ന് മെഹുലിന് സപ്ലയേഴ്സിൽ എന്തോ സംശയം തോന്നി. എന്ത് സംശയം? എന്താ ലോജിക്കൽ ആർമി? നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. പേപ്പറിനകത്ത് 5 പേരുണ്ട്. 5 പേരുടെ പേരുണ്ട്. ഇവിടെ 4 പേരുണ്ട്. അത് തന്നെയാണ് സംശയം മെഹുലിന്റെ. ഒന്നും നോക്കാനില്ല, അത് തന്നെ. നോക്കൂ, 5 സപ്ലയേഴ്സ് ഉണ്ട്. എന്നാൽ ഇവിടെ ഒരാൾ മിസ്സിംഗ് ആണ്. 4 പേർ മാത്രമേ ഉള്ളൂ. ഉറപ്പായും അയാൾ വിവരം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. മെഹുൽ ഉടനെ തന്റെ കാർ എടുത്തു. എന്നിട്ട് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. മെഹുൽ നോക്കിയപ്പോൾ അയാളുടെ വീട്ടിൽ 10 പശുക്കളുണ്ട്. എല്ലാം വളരെ ആരോഗ്യമുള്ളതാണ്. ഇയാൾ പശുക്കളെ നന്നായി പരിപാലിക്കുന്നുണ്ട്. മെഹുൽ പിന്നെ വാതിൽ മുട്ടി. എന്നിട്ട് പാൽക്കാരനെ കണ്ടു. പാൽക്കാരൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പശുക്കൾക്കെല്ലാം നല്ല ആരോഗ്യമുണ്ട്. അങ്ങനെ എല്ലാവർക്കും നല്ല പാല് കിട്ടും. ഇന്ന് എനിക്ക് സുഖമില്ലായിരുന്നു. അതുകൊണ്ടാണ് വരാതിരുന്നത്. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന പാൽക്കാരൻ ആരാണ്? മെഹുൽ തിരികെ 3 പാൽക്കാരെ കണ്ടുമുട്ടി. എല്ലാവരും ഇതുതന്നെയാണ് പറയുന്നത്. പിന്നെ മെഹുൽ 4ാമത്തെ പാൽക്കാരന്റെ വീട്ടിലേക്ക് പോയി. വഴിയിൽ മെഹുൽ ഒരു നദി കണ്ടു. നദിയിലെ വെള്ളം പച്ച നിറമാണ്. ഈ വെള്ളം എങ്ങനെ പച്ചയായി? ഉറപ്പായും ഏതോ ഫാക്ടറിയുടെ കെമിക്കൽ ഈ വെള്ളത്തിൽ കലരുന്നുണ്ട്. മെഹുൽ ഞാൻ പറയാൻ വരുമായിരുന്നു. അടുത്തുള്ള ഫാക്ടറികൾ അന്വേഷിച്ചു. മെഹുൽ അവിടെ 3 ഫാക്ടറി കണ്ടു. എന്താ 3 ഫാക്ടറി നോക്കി നിങ്ങൾക്ക് പറയാമോ ഏത് ഫാക്ടറി കാരണമാണ് നദിയിലെ വെള്ളം മലിനമാകുന്നതെന്ന്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. അവരുടെ കമന്റ് ബോക്സിലല്ല, എൻ്റെ കമന്റ് ബോക്സിൽ. അപ്പോൾ 2ാമത്തെ എനിക്ക് ഉറപ്പാണ്. 2ാമത്തെ കാരണം അതിനകത്തുനിന്നുള്ള പുക ഒരു വെള്ള കളർ പുക, മറ്റേതിനകത്തുനിന്ന് ഒരു കറുത്ത കളർ പുക. അത് തന്നെ 2ാമത്തെ. ഒന്നാമത്തെ ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ്. 2ാമത്തെ ഫാക്ടറിയിൽ നല്ല പച്ചപ്പുണ്ട്. അത് പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും. ഇത് ഉറപ്പായും 3ാമത്തെ ഫാക്ടറിയിലായിരിക്കും. ഞാനൊന്നും പറഞ്ഞില്ലേ. 2ാമത്തെ അല്ല, 3ാമത്തെ. മെഹുൽ ഫാക്ടറിയുടെ അകത്ത് പോയി. അവിടെ കണ്ട കാഴ്ച മെഹുലിനെ ഞെട്ടിച്ചു. ഫാക്ടറിയിലെ എല്ലാ കെമിക്കൽസും നദിയിൽ ഒഴുക്കി വിടുകയാണ്. ഇവർക്കത് പുറകെ വശം കാണിച്ചോടാ, അപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ അല്ലേ? മെഹുൽ പോലീസിനെ വിളിച്ചു. എന്നിട്ട് ഫാക്ടറിയുടെ ഓണറിനെ പിടികൂടി. പിന്നെ മെഹുൽ 4ാമത്തെ പാൽക്കാരന്റെ വീട്ടിലേക്ക് പോയി. മെഹുലാള് പൊളിയാണ്. മെഹുൽ ഗ്രാമത്തിലെത്തി. നോക്കിയപ്പോൾ ആ നദി ഇവിടെയും ഒഴുകുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്. മെഹുൽ മുന്നിൽ കല്ലുകൊണ്ടുള്ള ഒരു പാലം കണ്ടു. കാറിൽ ഗ്രാമത്തിലെത്താനാവില്ല. കല്ലുകൊണ്ടുള്ള പാലം കടന്നാൽ മാത്രമേ ഗ്രാമത്തിലെത്താനാകൂ. മെഹുൽ ആ പാലം കടക്കാൻ തീരുമാനിച്ചു. മെഹുൽ 1, 5, 10 എന്നീ കല്ലുകളിൽ ചാടി. മുന്നിൽ 2 കല്ലുണ്ട്. 11ഉം 12ഉം. കല്ലിൽ ചാടിയില്ലെങ്കിൽ മെഹുൽ വെള്ളത്തിൽ വീഴും. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ, 11, 12 എന്നീ കല്ലുകളിൽ മെഹുൽ ഏത് കല്ലിലാണ് ചാടുക? 1ഉം 5ഉം തമ്മിൽ 4 ഡിഫറൻസ് ഉണ്ട്. 4 1, 2, 3, 4. ഈ 4 കഴിഞ്ഞിട്ടാണ് 5. പിന്നെ 5 നിന്ന് 8 പോകാൻ 6, 7, 8, 3.
11 ചാടിയിട്ട് നേരെ നദി കടക്കാം. 11. അപ്പം നിങ്ങളുടെ ഉത്തരം ഏതാണ്? കമന്റ് ചെയ്യുക. നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം 1 വീതം കുറയുകയാണ്. 1നും 5നും ഇടയിൽ 4 വ്യത്യാസം. ഞാൻ പറഞ്ഞില്ലേ 11ആണ്. 5നും 8നും ഇടയിൽ 3 വ്യത്യാസം. 10നും ഇടയിൽ 2 വ്യത്യാസം. അപ്പോൾ അടുത്ത വ്യത്യാസം 1 അപ്പോൾ മെഹുൽ 11 എന്ന കല്ലാണ് ചാടേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ 11 എന്ന കല്ല് ചാടി. എന്നിട്ട് ഗ്രാമത്തിലെത്തി. മെഹുൽ പാൽക്കാരന്റെ വീട്ടിലെത്തി. പാൽക്കാരൻ മെഹുലിനെ കണ്ട് നന്നായി പേടിച്ചു. മെഹുൽ അവന്റെ വീട് നന്നായി പരിശോധിച്ചു. എന്നാൽ ഒന്നും കിട്ടിയില്ല. സത്യം പറയൂ, നീ പാലിൽ എന്ത് കെമിക്കലാണ് ആഡ് ചെയ്യുന്നത്? ഇല്ല സർ, ഇല്ല, ഞാൻ പാലിൽ കെമിക്കലൊന്നും ചേർക്കാറില്ല. പാലിന്റെ അളവ് കൂട്ടാൻ വേണ്ടി അല്പം വെള്ളം ചേർക്കാറുണ്ട്. അയാൾ മെഹുലിനെ നദിയുടെ അടുത്ത് കൊണ്ടുപോയി. ഞാൻ ഈ നദിയിലെ വെള്ളമാണ് പാലിൽ ചേർക്കുന്നത്. മെഹുലിന് മുഴുവൻ കഥയും മനസ്സിലായി. അപ്പോൾ ഫാക്ടറിക്കാരുടെ അശ്രദ്ധ മൂലം നദിയിലെ വെള്ളം മലിനമായി. വെള്ളം കാരണം പാൽ ചീത്തയായി. ഇങ്ങനെയുള്ള പാൽ കുടിച്ചതുകൊണ്ട് ആളുകളുടെ വയറും കേടായി. പോലീസ് മെഹുലിന്റെ അങ്കിളിനെ വെറുതെ വിട്ടു. ലോജിക്കൽ ആർമി, നിങ്ങൾ പറയൂ. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കള്ളനുണ്ടെന്ന്? അങ്ങനെ കാരണം മെഹുലിന്റെ അങ്കിള് ജയിലിലായി. ഓക്കെ, ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബാക്കിയുണ്ട്. അല്ല, ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം വരുമ്പോൾ കാണാം. ബൈ ബൈ.